ഡ്രാഗൺ ലവ് ടുഡേന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായിട്ട് വരുന്ന പുതിയൊരു തമിഴ് സിനിമ. അശ്വന്ത് മാരിമുത്തുവാണ് സിനിമയുടെ സംവിധായകൻ. അതായത് ഓമൈ കരോള എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല, നല്ല കിടിലൻ എന്റർടൈനറാണ്. അതിൻ്റെ സെയിം ഡയറക്ടർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിനിമയെ കണ്ടിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം പറയാണ്. പടം സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ നമ്മളുടെ ശിവകാർത്തികേയൻ്റെ ഡോൺ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, ആ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു 720 വേർഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയാൻ വരുന്ന സംഭവം. കണ്ടന്റ് വൈസ്, അതായത് അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് വൈസ് സത്യം ആ ഒരു ടെംപ്ലേറ്റ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് കോളേജ്, ലവ്, ബ്രേക്കപ്പ്, പിന്നെ കോളേജ് ലൈഫ്, അരിയേഴ്സ്, എക്സാംസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ടെംപ്ലേറ്റ് ആണ് സിനിമയ്ക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പോകണ്ട. കാരണം അങ്ങനെ ഒരു പുതുതായിട്ട് എന്തെങ്കിലും സിനിമ തരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു ടെംപ്ലേറ്റിൽ തന്നെ നമ്മൾക്ക് എങ്ങനെ ആ ഒരു സിനിമ 2.5 മണിക്കൂർ 43 മിനിറ്റ്, അതായത് 3 മണിക്കൂറിന് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ആ 2-3 മണിക്കൂർ നമുക്ക് എങ്ങനെ ഒരു വൈബിൽ എൻ്റർടൈനിങ്ങിൽ കിട്ടില്ല പോലെ സമയം പോകുന്ന അറിയാതെ ബോറടിക്കാതെ കണ്ടിരിക്കാം. അതാണ് ഈ ഒരു സിനിമ. കൂടെ കുറച്ച് VIP കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സിനിമയാണ് സത്യം പറഞ്ഞാൽ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഇന്നത്തെ യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സിനിമ എടുത്തിരിക്കുന്നത്. ആ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം അങ്ങനെ കാണുന്ന യൂത്തിന് ഒരു കിടിലം പോലത്തെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് എവിടെയൊക്കെ എത്രയൊക്കെ മുകളിൽ എത്തിക്കഴിഞ്ഞാലും കാണിച്ചത് കള്ളത്തരാണെങ്കിൽ പൊട്ടും. ചീട്ട് കൊട്ടാരം പോലെ എത്ര വലിയ കൊട്ടാരങ്ങൾ പണിതാലും പൊട്ടും, താഴെ വീഴും എന്നുള്ളൊരു സംഭവം ആ ഒരു സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. അനുപമ പരമേശ്വരനും അതുപോലെ തന്നെ കയാട ലോഹറും ഇതാണ് മെയിൻ ആയിട്ടുള്ള നായികമാരായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരാൾ ക്യാമിയോ കൂടി ഉണ്ട്, അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അനുപമയുടെ ഒരു ആക്ടിങ് എനിക്ക് എടുത്ത് പറയാൻ തോന്നിയത് ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുന്നത്. അതായത് ആക്ടിങ്ങിൽ നമുക്ക് അനുപമയാണ് ആക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ഒരു രീതിയിലും തോന്നാത്ത രീതിയിൽ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് ഇമോഷണൽ സീനുകളിലായാലും ഇൻറ്റിമസി സീനുകളിലായാലും ഒക്കെ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കരിയറിൽ ആക്ടിങ് വൈസ് നല്ലൊരു ക്യാരക്ടറാണ്, ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ക്യാരക്ടറാണ്. അത് ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ സിനിമാറ്റിക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടൊരു നായികയൊന്നുമല്ല. കൃത്യമായിട്ടൊരു സ്പേസ് ഉണ്ട്, അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പ്രദീപ് രംഗനാഥൻ തന്നെയാണ്. പുള്ളിയുടെ ഔട്ട് ആൻഡ് ഔട്ട് ഷോ ആണ്. ഒരു കൃത്യം പറഞ്ഞൊരു 1 മാൻ ഷോ. മാസിന് മാസുണ്ട്, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, ഡയലോഗിന് ഡയലോഗ്, കോമഡിക്ക് കോമഡി, അങ്ങനെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് പാക്കേജ്. ഇതിപ്പം ഓപ്പണിംഗ് തന്നെ 13 crore എടുത്തിട്ട് ഓപ്പണിംഗ് കിട്ടിയിട്ടുള്ളൊരു പടം. അതായത് ഒരു റൈസിങ് സ്റ്റാറിനുണ്ട്, നല്ലൊരു അസറ്റാണ് നാളെ സിനിമയ്ക്ക്. ധനുഷിൻ്റെയൊക്കെ പോലെ നമുക്ക് ഈ ലുക്കിലൊക്കെ കാണുമ്പോൾ പുള്ളി അതുപോലെ തന്നെയാണ്, ക്ലീൻ ഷേവ് ആയിട്ടുള്ള ലുക്കിലൊക്കെ ഉണ്ട് തുടക്കത്തിൽ. പക്ക ഒരു ധനുഷിൻ്റെ സെയിം ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫൈറ്റിലൊക്കെ പുള്ളി നമുക്ക് ഒരു ഫീൽ വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊന്നാമത് ഇമ്പ്രൂവ് ആവും. പക്ഷെ ആ ലവ് ടുഡേ എന്ന് ഇതിലേക്ക് വരുമ്പോഴേ പുള്ളിയുടെ ഒരു ഗ്രോത്ത് കൃത്യമായിട്ട് കാണാനുണ്ട്. ആക്ടിങ് വൈസ് പുള്ളി ഡയറക്ടർ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്ത് നമുക്കറിയാം. ആ ഒരു ആക്ടിങ് വൈസ് ഭയങ്കര ഗ്രോത്ത് ആ കാണുന്നുണ്ട്. ഇമോഷണൽ സീന്, അതുപോലെ തന്നെ മാസ് സീനുകളായാലും ഡയലോഗ് ഡെലിവറി ആയാലും കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരം, പൊളി. അതുപോലെ തന്നെ നമ്മളുടെ ജോർജ് മരിയനാണ് ഇതിൽ ഫാദറായിട്ട് വരുന്നത്. അതായത് നമ്മളെ നെപ്പോളിയൻ, കൈദിയിലെ നെപ്പോളിയൻ ആയിട്ടുള്ള പുള്ളിയുടെ ഇമോഷണൽ സീൻ ഉണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. ഈ ചാതി സാധനം, അതായത് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നൊരു സാധനം. ആ ഒരു ഫാദർ സൺ എന്നുള്ള രീതിയിലൊരു ഇമോഷണൽ സീനാണ്. പുള്ളി അതിങ്ങനെ പുഷ്പം പോലെ ഇതാണോ ഇത്രേ ഉള്ളൂ നിസ്സാരം തന്നെ പെർഫോം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന പ്രദീപിന് കുറച്ചൊരു സ്ട്രഗിൾ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പുള്ളി ഒന്ന് അതിലേക്ക് വീഴാൻ ശ്രമിക്കുന്നുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊരിക്കലും ഒരു കുറവൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ ഗ്രോത്ത് കൃത്യമായിട്ട് കാണാനുണ്ട് ലവ് ടുഡേ ഇതിലേക്ക് വരുമ്പോൾ. ആക്ടിങ് വൈസ് പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡീസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പൊട്ടിച്ചിരിക്കാനുള്ള കോമഡീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല വൈബിൽ, അത് ഫ്രണ്ട്സിൻ്റെ അപ്പറായാലും പാർട്ട്ണറപ്പറായാലും ഇനി ലവറപ്പറായാലും ആരപ്പുറം പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വൈബ് കിട്ടും എന്നുള്ള രീതിയിലുള്ളൊരു സിനിമയാണ്. കുറച്ച് എനിക്ക് ലാസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു വേണ്ടിക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുമായിരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകും, അവിടുന്ന് തീർന്നെന്ന് വിചാരിക്കുമ്പോൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകും. ആ ഒരു സംഭവം അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറഞ്ഞില്ല, സമയം പോകാൻ നമ്മൾ അറിയില്ല, എങ്ങനെ കണ്ടിരിക്കും. അതാണ് ഈ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വന്നിരിക്കുന്ന ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ് ആയാലും പിന്നെ പ്രിൻസിപ്പൾ ആയാലും ആരായാലും ആ ഒരു ക്യാരക്ടറിന് ഒരു കൃത്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ഇത്
എന്നിട്ട് പ്രൊഡക്ഷൻ കമ്പനി AGS Entertainment. അവർ അവസാനം ചെയ്തിരിക്കുന്നത് ഗോട്ട് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് ഓക്കെ 400 കോടിക്കടുത്ത് കളക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കളക്ഷനും കിട്ടും, സാറ്റിസ്ഫൈ ചെയ്യും കൂടി എന്നൊരു സിനിമയായിരിക്കും AGS Entertainment. ലവ് ടുഡേയും ഇതേ സെയിം ടീം തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. തളപതിയുടെ ഗോട്ടിന് ശേഷം അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഇമേജ് ബിൽഡപ്പ് ചെയ്തെടുക്കാനുള്ള സാധനം തന്നെയായിരിക്കും ഈ ഒരു പടം എന്നുള്ളത് ഉറപ്പാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒപ്പീനിയൻ വന്ന് പറയാടേ. ഓക്കെ.